അങ്ങനെ നേട്ടക്കാരെയും കോട്ടക്കാരെയും ആട്ടക്കാരനെയും വേഷക്കാരനെയും ഹാസ്യക്കാരനെയും എല്ലാം കണ്ടു. ഇനി കാണാം ഒരു ഓട്ടക്കാരനെ. പാഠപുസ്തക വിതരണത്തിലെ അപാകതകളിൽ പ്രതിഷേധിച്ച് MSF കോഴിക്കോട്ട് നടത്തിയ സമരത്തിൽ നിന്നായിരുന്നു ആ കാഴ്ച. വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് നയിച്ച MSF നേതാവ് ഷറഫുദ്ദീൻ ജിഫ്രി തങ്ങളുടെ ഓട്ടം. ആ കാഴ്ച ഒരിക്കൽ കൂടി 2016 മികച്ച ഓട്ടക്കാരൻ. പാഠപുസ്തക വിതരണം വൈകിയതായിരുന്നു സമരത്തിന്റെ പ്രധാന കാരണം. KSU കയറു പൊട്ടിയ പമ്പരമായതോടെ MSFകാർ തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു. കോഴിക്കോട്ടെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. ആദ്യം ഓടി വന്ന് ബാരിക്കേഡ് ചാടിക്കടക്കൽ മത്സരമായിരുന്നു. പിന്നെ നേതാക്കളുടെ പ്രസംഗമായിരുന്നു. അണികളെ നയിച്ച MSF നേതാവ് സയ്യിദ് ഷറഫുദ്ദീൻ ജിഫ്രിയാണ് പ്രാസംഗികൻ. ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അക്രമത്തിന്റെ മാർഗം ഞങ്ങളുടെ മാർഗമല്ല. നിയമത്തെ ഞങ്ങൾ മാനിക്കും, നിയമപാലകരെ ഞങ്ങൾ മാനിക്കും. പ്രസംഗത്തിനിടയിൽ അദ്ദേഹം ബാരിക്കേഡിനപ്പുറത്തുള്ള നേതാവിനോട് എന്തോ ആരായുന്നത് കാണാം. അത് അവസാനം മനസ്സിലായിക്കോളും. പ്രതിഷേധം നടക്കുന്നതിനിടെ സമരക്കാരിൽ ചിലർ മറ്റു വഴിയിലൂടെ ഓഫീസിനുള്ളിൽ കടന്ന് അവകാശ പത്രിക സമർപ്പിച്ചു. തിരിച്ചു വന്നപ്പോൾ കുട്ടി നേതാക്കൾക്ക് ഒരേ വാശി, ബാരിക്കേഡ് കടന്ന് പുറത്തേക്ക് പോകണമെന്ന്. പിന്നെ പറയാനുണ്ടോ പൂരം, അടിയോടടി. അതിനിടയിൽ നേരത്തെ മുന്നിൽ നിന്ന് നയിച്ച നേതാവ് എന്തു ചെയ്യുകയായിരുന്നെന്ന് കാണണ്ടേ. നിനക്ക് ഭ്രാന്തായടാ പന്നി, ഓടിച്ചോ പ്രേമ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയറിയില്ലാന്ന്. ഈ വേളയിലാണ് സംവിധായകൻ സത്യൻ അന്തിക്കാടിനെ നമിച്ചു പോകുന്നത്. അദ്ദേഹം ഇതൊക്കെ എന്നോ കണ്ടിരുന്നു. ആളുന്ന തീയില് തിരിയെണ്ണ പാരണം, ആപത്തില്ലവനാന്റെ തടി നോക്കണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. എന്തായാലും ഇവരെയൊക്കെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ കാണാതെ പോയല്ലോ എന്നതിലാണ് മറ്റുള്ളവരുടെ സങ്കടം. പിന്നെ നേരത്തെ നമ്മുടെ നേതാവ് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് പിടികിട്ടിയല്ലോ. അടി വന്നാൽ ഓടാൻ പറ്റിയ വഴി ഏതായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഈ കാഴ്ചകൾ സമ്മാനിച്ചവരെല്ലാം തന്നെ ഇവിടെ തികഞ്ഞ ആർജവത്തോടെ അവരവരുടെ പണി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കലണ്ടർ ഉള്ളതുകൊണ്ട് ഒരു വർഷം കഴിയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡെമോക്രസിക്ക് ആവശ്യമായതെല്ലാം എല്ലാവരും അതത് സമയങ്ങളിൽ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്ഥിരം കലാപരിപാടികൾ ഇനിയും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു.